അന്നത്തെ ഇടപാടുകൾക്ക് അന്ന് ആരോഗ്യമന്ത്രി അതായത് നിങ്ങൾ എന്തിനാ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? അത് കൃത്യമായിട്ട് ഞാൻ മറുപടി പറഞ്ഞില്ലേ അതിന്. ബാക്കി എന്താന്ന് വെച്ചാൽ വരട്ടെ, അപ്പം മറുപടി പറയാം. ഞാനിവിടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ്. നിങ്ങൾ പറയുന്ന ഒരു വിഷയവും ഞാൻ അറിയില്ല. നാട്ടിലെത്തിയിട്ട് നമുക്ക് പറയാം എന്താ നോക്കിയിട്ട്. ബ്രേക്ക് ദ ചെയിനുമായി പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിലെ ഇടപാടുകളെല്ലാം അന്ന് ബ്രേക്ക് ദ ചെയിനൊക്കെ വളരെ കൃത്യമായിട്ട് നടത്തിയിട്ടുള്ള പരിപാടിയാണ്. ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ വളരെ പ്രയാസമുള്ള ഒരു അവസരത്തിൽ കോവിഡിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഇങ്ങനെ ഓരോന്നായി എടുത്തിട്ട് പ്രത്യേകിച്ച് എന്താ പറയേണ്ടത്, ഒരു വാർത്തയാക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. അതിലൊന്നും ഒരു തരക്കേടുമില്ല. അശീൽ നടത്തിയ അന്നത്തെ ഇടപാടുകൾ അശീൽ എന്ന് പറയുന്ന വ്യക്തിയല്ല. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആകെ നടത്തുന്ന പ്രവർത്തനങ്ങൾ കോവിഡ് കാലത്ത് ആ ഡിസാസ്റ്ററിന്റെ സമയത്തുള്ളതാണ്. അതിൽ ആർക്കെങ്കിലും സംശയം തോന്നിയിട്ട് എന്തെങ്കിലും ഉന്നയിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട്. അതിലൊന്നും യാതൊരു തരക്കേടുമില്ല. അതൊരു ഗവൺമെന്റിന്റെ ഡിസിഷൻ അനുസരിച്ച് നടത്തിയിട്ടുള്ള ഗവൺമെന്റ് അപ്രൂവ്. അതെ, അത് വളരെ കൃത്യമാണ്. മുഹമ്മദ് അഷീൽ എന്ന് പറയുന്ന IAS ഓഫീസിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല, പേരും കള്ളിയാണ്. ഇത് ഭൂലോക ഫ്രോഡാണ്. ഈ KK ശൈലജ ഭൂലോക ഫ്രോഡാണ്. ഭൂലോക ഫ്രോഡ്. ഒരു വലിയ മഹാമാരി അല്ലെങ്കിൽ ജനങ്ങൾ ഭയപ്പെട്ട് കോവിഡ് കൊറോണ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വീട്ടിലിരുത്തി, എന്നിട്ട് ചാക്കെടുത്ത് കക്കാൻ ഇറങ്ങിയിട്ട് എല്ലാം ചാക്കിൽ വാരി നിറച്ചിട്ട് കൊണ്ടുപോയ ഭൂലോക ഫ്രോഡാണ് ഈ ശൈലജ എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ കേട്ടതല്ലേ PPE കിറ്റിന്റെ പേര്? 500 രൂപയുടെ PPE കിറ്റ് 1500 വാങ്ങിയ കള്ളി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പൊതു ഖജനാവിൽ നിന്ന് പണം മുടക്കി 500 രൂപക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ടായിരുന്ന PPE കിറ്റ് 1500 വാങ്ങി എന്ന് പറഞ്ഞിട്ട് ആ പണം പോക്കറ്റിലാക്കിയതല്ലേ? അതിലൊരു അസ്വാഭാവികതയും ആർക്കും തോന്നുന്നില്ലേ? N95 മാസ്ക് ഇപ്പോഴിതാ പറയുന്നു ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്ന ആ ഒരു പരിപാടി തന്നെ കൊള്ളക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു എന്ന് പറഞ്ഞാൽ ശൈലജ കള്ളിയാണ്, 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 ഫ്രോഡാണ്, ഫ്രോഡാണ്, ഫ്രോഡാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ജനങ്ങളെ ഭീഷണിപ്പെടുത്തി, പോലീസിനെ ഉപയോഗിച്ച്, നിയമ സംവിധാനങ്ങളെ ഉപയോഗിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തി, ജനങ്ങളെ വീട്ടിലിരിക്കാൻ നിർബന്ധിച്ച്, ആരും പൊതു ഇടങ്ങളിൽ എവിടെയും ആരുമില്ല, ജനങ്ങളൊക്കെ വീട്ടിലാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ശൈലജ കാട്ട് മുടിക്കുകയായിരുന്നു. അതിന്റെ ഓരോന്നാ പുറത്തേക്ക് വരുന്നത്. ഈ ഫ്രോഡ് കേരളം കണ്ട നമ്പർ 1 ഫ്രോഡാണ് ഈ KK ശൈലജ. PR വർക്കിന്റെ അകമ്പടിയില് താനെന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. വളരെ കൃത്യമായിട്ട് ഇപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഈ കൃമികീടങ്ങള് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തില് പിണറായി വിജയൻ 3.0, പിണറായി വിജയൻ 3.0, പിണറായി വിജയൻ 3.0 എന്ന് പറഞ്ഞു നടന്നില്ലായിരുന്നോ? എന്തിനാ? അത് പിണറായി വിജയൻ ആ കസേരയിൽ ഇരിക്കാൻ അങ്ങനെ വലിയ കൊതിയുണ്ടായിട്ടോ, അല്ലെങ്കിൽ പിണറായി വിജയൻ ആ കസേരയിൽ ഇരുന്ന് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടോ എന്നല്ല. ഇവിടെ അഴിമതിയുടെ, കൊള്ളയുടെ, പകൽ കൊള്ളയുടെ ഒരു സംഹാര താണ്ഡവം നടത്തിയിരിക്കുക. കാരണം പിണറായി വിജയന് പകരം മറ്റാരെങ്കിലും ആ കസേരയിലേക്ക് വന്നാൽ ആ കൊള്ളകൾ ഓരോന്നായിട്ട് പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു കൊള്ള പുറത്തേക്ക് വരാൻ. ഇതിലൊന്നും തീരൂല. ഇത് ശൈലജ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ കേരളത്തിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല എന്ന് വേണ്ട വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ കൊള്ളയായിരുന്നു നടന്നിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? ശൈലജ, ഞാൻ പറഞ്ഞില്ലേ, കേരളം കണ്ട ഫ്രോഡാ. തട്ടിപ്പും വെട്ടിപ്പും മാത്രമൊന്നല്ല, മനസ്സിലായില്ലേ? അതിനേക്കാൾ വലിയ ഭൂലോക ഫ്രോഡാണ് ശൈലജ എന്ന് പറയുന്നത്. വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉത്ഭവം അത് ഈ പറയുന്ന ശൈലജയാണ്. 8 നിലയിൽ പൊട്ടുമെന്നുള്ളതായപ്പോ വടകരയിലെ പ്രചരണം എന്തായിരുന്നു? വടകരയിലെ ശൈലജ എന്തായിരുന്നു ഫ്ലെക്സ് ബോർഡിൽ പറഞ്ഞ വാക്ക്? എന്തായിരുന്നു? വടകരയുടെ ടീച്ചർ അമ്മ എന്തായിരുന്നു? അപ്പോ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വരുന്നു.
വടകരയില് കെ രമയെ വേദിയിലിരുത്തിയിട്ട് വടകരയിലെ ആദ്യ കൺവെൻഷൻ, ആ കൺവെൻഷനിൽ വടകരക്കാർക്ക് ഷാഫി പറമ്പിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയായിരുന്നു ആരാണ് ടീച്ചർ അമ്മ, എന്താണ് അതിന്റെ ഡെഫിനിഷൻ, ടീച്ചർ അമ്മ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ഡിഫൈൻ ചെയ്യുകയായിരുന്നു ഷാഫി പറമ്പിൽ ആദ്യ കൺവെൻഷനിൽ. അതോടുകൂടി തീർന്നതാ ശൈലജ. ആ ശൈലജ ഉറക്കമൊഴിച്ചിരുന്ന് പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം, അതായത് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം ഇറക്കിയ കാർഡായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട്. അവിടെ തീരുവോ? അതിൽ തീരുവോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കോവിഡ് കൊള്ള, കാഫിർ സ്ക്രീൻഷോട്ട്, പിന്നെ പാലത്തായിലെ ഒരു 9 വയസ്സുകാരിയുടെ കണ്ണുനീര്. പാലത്തായിലെ 9 വയസ്സുകാരിയുടെ കണ്ണുനീര്. അതിനും മറുപടി ശൈലജ പറയണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ശൈലജ ഭൂലോക ഫ്രോഡാണ്. കോവിഡ് കള്ളി, കാഫിർ സ്ക്രീൻഷോട്ട്, പാലത്തായിലെ 9കാരിയുടെ കണ്ണുനീര്. അവിടെയൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. ശൈലജ മന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ എല്ലാ ഇടപാടുകളെ കുറിച്ചും അന്വേഷിക്കണമെന്നുള്ളതാ. കൃത്യമായി കൊള്ളയടിച്ച് കേരളത്തിന്റെ പൊതുഖജനാവിനെ കൊള്ളയടിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പൊ ഈ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞ പരിപാടിക്ക് ചെലവാക്കിയ പണത്തിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. സാധാരണ ഇപ്പൊ ഗവൺമെന്റ് തലത്തില് ഉള്ള എല്ലാ സംഭവത്തിനും ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇനിയിപ്പോ തട്ടിക്കൂട്ട് ബില്ലാണെങ്കിൽ അങ്ങനെ ഒരു പേരിനൊരു ബില്ലെങ്കിലും ഉണ്ടാകും. മനസ്സിലായില്ലേ? ഇവിടെ ബില്ലുകളില്ല, എസ്റ്റിമേറ്റുകളില്ല, ഒരു സംഭവമില്ല. പൈസ ചെലവാക്കിയതിനൊരു ഒരു രേഖയുമില്ല. എന്ന് പറഞ്ഞാൽ തോന്നും പോലൊക്കെ വാരി പോക്കറ്റിൽ ആവശ്യഘട്ടങ്ങളിൽ വരിക, വാരി പോക്കറ്റിലിടുക, പോവുക, ഇനി വരിക, പോക്കറ്റിലിടുക, പോവുക. ഇത് തന്നെയായിരുന്നു പരിപാടി. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഫ്രോഡ്, ശൈലജയുടെ പൊയ്മുഖം, ശൈലജ എന്ന് പറയുന്ന ശൈലജ, ആ ശൈലജയുടെ പൊയ്മുഖം പറിച്ചു കീറാൻ, വലിച്ചു കീറാനുള്ള സമയമാണിത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്തായിരുന്നു കോലാഹലം. ഒരുത്തരും പുറത്തിറങ്ങാൻ പറ്റൂല. പുറത്തിറങ്ങണ പേപ്പർ വേണം, കടലാസ് വേണം, അത് വേണം, ഇത് വേണം, ആന വേണം, ചേന വേണം. പോരാത്തതിന് ഒരു ഭാഗത്തൂടെ പോലീസ് ഡ്രോണ് പറത്തുന്നു. പുറത്തിറങ്ങി അപ്പം കുഴപ്പം. ഇതൊക്കെ നടത്തിയിട്ട് ആളുകളെ വീട്ടിനുള്ളിൽ അടിച്ചങ്ങോട്ട് കയറ്റി. പിന്നെന്താ? പിന്നെ തെരുവ് കാലിയായി കിടക്കണല്ലേ, എങ്ങനെ വേണമെങ്കിലും കൊള്ളടിക്കല്ലേ. അടിച്ചങ്ങോട്ട് കയറി കൊണ്ടുപോയി ശൈലജയും ടീമും എന്നുള്ളതാ. അത് ചില്ലറയൊന്നുമല്ല. കട്ടതത്രയും കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്നതാണ്. കട്ടതത്രയും കെ ശൈലജ എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡാ. നിങ്ങൾ എന്തിനാ ഇപ്പൊ എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കണം. കൊള്ള നടത്തിയിട്ട് ആ കൊള്ളയുടെ വ്യാപ്തി ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ അടിച്ചു കയറ്റി വീട്ടിലിരുത്തിയിട്ട് പൊതുമുതൽ, പൊതുഖജനാവ് തുടച്ചുവാരി നക്കി പോക്കറ്റിലാക്കി കൊണ്ടുപോവുകയായിരുന്നു ശൈലജയും ടീമും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കണക്കുകൂട്ടല് അല്ലെങ്കിൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ ഈ കാര്യങ്ങളെ കുറിച്ച് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തില് ആണ് ശൈലജയെ എന്താക്കിയത്, ഡൽഹിക്ക് പറഞ്ഞു വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അവിടെ ആകുമ്പോൾ ഇത്ര തലവേദന ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കരുതി ഡൽഹിക്ക് പറഞ്ഞു വിടാന്ന് വെച്ചിട്ടാണ് വടകരയിൽ മത്സരിപ്പിച്ചത്. പൊട്ടി, 8 നിലയിൽ പൊട്ടി. അപ്പൊ അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റിൽ നിന്ന് പിടിച്ചു വലിച്ചു വാരി പറഞ്ഞു മൂപ്പ് കയറ്റി മറ്റേ സണ്ണി ജോസഫിനെ തോപ്പിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് മാലീസ് ചെയ്തിട്ട് കൊണ്ടുപോയി പേരാവൂരിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി. കാരണം എന്താ? ഈ കൊള്ളകളൊക്കെ പിണറായി വിജയന് മനസ്സിലായി. ഈ കൊള്ളകളൊക്കെ പിന്നീട് ഇങ്ങനെ കാര്യങ്ങൾ വന്നപ്പോ കണക്ക് നോക്കുമ്പോ
കോവിഡ് കാലത്ത് വിജയന്റെ പോക്കറ്റിലേക്ക് വന്നതിനേക്കാളും കൂടുതൽ ശൈലജയുടെ പോക്കറ്റിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോ ആ ഷെയർ വെച്ച് നോക്കുമ്പോ കൂടുതൽ കിട്ടിയത് ശൈലജക്ക. അങ്ങനെ നോക്കുമ്പോ ശൈലജ ഇനി ഈ പരിപാടിക്ക് വരാൻ പാടില്ല. ശൈലജയെ അടിച്ച് മൂലക്കിരുത്തി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മട്ടന്നൂരിൽ നിന്ന് സിറ്റിംഗ് സീറ്റിൽ നിന്ന് വിജയിച്ച് കയറിയ സിറ്റിംഗ് സീറ്റിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ട് പേരാവൂരിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു. മട്ടന്നൂരിൽ ഇപ്പൊ ഈ വലിയ തരംഗമുണ്ടായപ്പോഴും മട്ടന്നൂരിലെ ഈ പറയുന്ന CPM സ്ഥാനാർത്ഥി തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് മാറ്റി പേരാവൂരിൽ മത്സരിപ്പിച്ചത് ഈ ഷെയർ കൂടുതൽ, അതായത് കോവിഡ് കാലത്ത് അടിച്ചു മാറ്റിയത് വെച്ച് നോക്കുമ്പോ പിണറായി വിജയന് വല്ലാണ്ടൊന്നും എടുത്തു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. മൂപ്പർക്ക് എല്ലാം കൊണ്ടുപോയത് ശൈലജയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ശൈലജ ഇനി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. എന്താണെങ്കിലും ശൈലജയൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഇത് പറയേണ്ടി വരും. ജനം വിഡ്ഢികളല്ലല്ലോ. ജനങ്ങളെ എക്കാലത്തും കഴുതകളാക്കാമെന്ന് കരുതുന്നവർക്കുള്ള ഒരു താക്കീത് കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മഹാമാരിയുടെ പേരില്, ഒരു കൊറോണയുടെ പേരില് ജനങ്ങളെ വീട്ടിലിരുത്തിയിട്ട് എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇതിൽ പരം മറ്റെന്താണുള്ളത്? അപ്പൊ ഈ ശൈലജ നമ്മൾ ഇവര് ഈ സ്തുതിപാഠകരൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലായില്ലേ? കാരണം ഇതൊക്കെ ഈ PR വർക്കിന്റെ ഭാഗമായിരുന്നു. പൊതുഖജനാവിൽ നിന്ന് പണം എടുക്കുക, പോക്കറ്റിലാക്കുക, അതിൽ നിന്നൊരു ഭാഗം ചെലവഴിച്ച് PR വർക്ക് നടത്തുക. ആ PR വർക്കിന്റെ ഭാഗമായിരുന്നു ഇതൊക്കെ എന്ന് പറയുന്നത്.